ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ടോപ്പിൻ്റെ മാർക്കിങ്ങും കട്ടിങ്ങും ഒട്ടും അറിയാത്തവർക്ക്, പ്രത്യേകിച്ച് ബിഗിനേഴ്സിന് ചെയ്യാൻ പറ്റിയ ഒരു കുഞ്ഞു ടിപ്സുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു അളവ് ടോപ്പാണ് കേട്ടോ. പിന്നെ ഒരു ചോക്കും വേണം. നമുക്കിതിന് ടാപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ട് നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഉപകാരമുള്ളവർക്ക് വേണ്ടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി ചെയ്യുക. അപ്പോൾ നമ്മൾ ലൈനിങ്ങിലാണ് ഇത് മാർക്ക് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് ലൈനിങ്ങിനെ ഇവിടെ 4 ആക്കി മടക്കി വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല ക്ലോത്തിലും മാർക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ, അതൊന്നും ഒരു പ്രശ്നമല്ല. അപ്പോൾ ക്ലോത്തിനെ ഇതുപോലെ 4 ആക്കി മടക്കി വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് എന്നുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ അളവ് ടോപ്പ് എടുക്കാം. അപ്പോൾ അതിനെ ആദ്യമായിട്ട് ഇതുപോലെ അതിൻ്റെ സെൻറ്റർ കൃത്യമായിട്ട് എടുത്ത് ഇതുപോലെ ഒന്ന് മടക്കി വെക്കണം. അപ്പോൾ മടക്കി വെക്കുമ്പോൾ ആം ഹോളിൻ്റെ ചുരിദാർ ടോപ്പിൻ്റെ ആ സൈഡ് വശം നമ്മുടെ വശത്തേക്ക് വരുന്ന രീതിക്ക് വേണം മടക്കി വെക്കാനായിട്ട് കേട്ടോ. അത് കണ്ടോ, നമ്മൾ വീഡിയോ കാണുന്നത് പോലെ തന്നെ മടക്കി വെക്കാം. ഇനി നമുക്ക് കുറച്ച് മുട്ടുസൂചികൾ ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ സൂചി ഇത് കണ്ടോ, ഇതുപോലത്തെ കുറച്ച് പിന്നുകൾ എടുക്കുക. എന്നിട്ട് ആം ഹോളിനെ രണ്ടും കൃത്യമായിട്ട് വെച്ചൊന്ന് പിൻ ചെയ്ത് വയ്ക്കുക. അപ്പോൾ സൈഡുകളിൽ 3-4 പിൻ നമുക്ക് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ സൈഡുകൾ രണ്ടും ഒരുപോലെ വെച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ടോപ്പ് എടുക്കുമ്പോൾ ലൈനിങ് ഇല്ലാത്ത ടോപ്പാണെങ്കിൽ ഒന്നും കൂടി നല്ലതായിരിക്കും കേട്ടോ. നമുക്ക് ക്ലിയർ ആയിട്ട് മടക്കി വെക്കാനൊക്കെ ലൈനിങ് ഇല്ലാത്തൊരു ടോപ്പാവും നല്ലത്. ഇനി ലൈനിങ് വെച്ച ടോപ്പാണെങ്കിലോ അതൊന്ന് നല്ല രീതിക്ക് മടക്കി ഒന്ന് അയൺ ചെയ്ത് എടുത്താലും നന്നായി നമുക്ക് മാർക്ക് ചെയ്തിട്ട് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് നമ്മൾ പിൻ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഷോൾഡറിൻ്റെ ഇവിടെയും ഒരു പിന്നിട്ട് കൊടുക്കുക. അതുപോലെ സ്ലിറ്റിൻ്റെ അവിടെയും പിന്നെ നെക്കിൻ്റെ നമ്മുടെ കഴുത്തിൻ്റെ ആ ഭാഗം ഉണ്ടല്ലോ അവിടെയും ഓരോ പിൻ ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മുടെ പിൻ ചെയ്യൽ കഴിഞ്ഞു. ഇനി നമുക്കൊരു ചോക്ക് എടുക്കാം. ചോക്ക് എടുത്തിട്ട് നമ്മുടെ ടോപ്പിൻ്റെ അളവ് ടോപ്പിൻ്റെ ആം ഹോളിൻ്റെ ഒരു ഭാഗത്ത് നമുക്ക് മാർക്ക് ചെയ്യേണ്ട ഭാഗത്ത് മാത്രം ഒന്ന് ചോക്ക് വെച്ച് ഇതുപോലെ വരച്ച് കൊടുക്കാം. ആം ഹോളും സ്ലീവും ജോയിൻ്റായ ആ ലൈൻ ഉണ്ടല്ലോ, ആ ലൈനിൽ കൂടെ അങ്ങോട്ട് വരച്ചെടുക്കുക. കുറച്ച് കട്ടി കൂട്ടി കളറൊക്കെ കൊടുത്ത് വരക്കണം കേട്ടോ. നമുക്കിത് നമ്മുടെ ക്ലോത്തിലേക്ക് പതിച്ച് വെക്കാനുള്ളതാണ്. അതുകൊണ്ട് ഒന്ന് കട്ടി കൂട്ടി കൊടുക്കുക. അപ്പോൾ ഷോൾഡർ, ആം ഹോള്, നെക്ക് ഇത്രയും ഭാഗങ്ങളൊന്ന് ചോക്ക് കൊണ്ട് വരച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു ടോപ്പ് കസ്റ്റമർ കൊണ്ടു തന്നൊരു ടോപ്പാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ നല്ല ഫിനിഷിങ്ങുള്ള ടോപ്പ് തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഈ സൈഡിൽ കൂടി ഒന്ന് ഇതുപോലെ ചോക്കായിട്ടൊന്ന് വരഞ്ഞിട്ട് കൊടുക്കുക. അപ്പോൾ ഇതിന് മുൻപ് നമ്മളൊരു സ്ലിറ്റ് തയ്ക്കണൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവർ അതൊന്ന് കാണണം കേട്ടോ. സ്ലിറ്റ് തയ്ക്കാൻ പ്രയാസപ്പെടുന്നവർക്ക് ആ വീഡിയോ ഒരു യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ചോക്ക് വെച്ചിട്ടുള്ള മാർക്കിങ് കഴിഞ്ഞു. അപ്പോൾ സ്ലിറ്റ് വരെ ഇതുപോലെ വരച്ചെടുക്കണം. പിന്നെ ആം ഹോളും നെക്കും അത്രയും മതി. ഇനി നമുക്ക് നമ്മുടെ ക്ലോത്തിനെ ഒന്ന് റെഡിയാക്കി, മെയിൻ ക്ലോത്ത് ഉണ്ടല്ലോ അതിനെ റെഡിയാക്കി ഇടണം. അപ്പോൾ നമ്മളിവിടെ കാണുന്നത് ലൈനിങ് ക്ലോത്തിലാണ്. നിങ്ങൾ മെയിൻ ക്ലോത്തിലാണ് മാർക്കിംഗ് ഒക്കെ ചെയ്യൽ എങ്കിൽ മെയിൻ ക്ലോത്ത് തന്നെ എടുത്താൽ മതി. അപ്പോൾ നമ്മളിവിടെ ലൈനിങ്ങിലായത് കൊണ്ട് തന്നെ ടോപ്പിൻ്റെ അത്ര തന്നെ ലെങ്ത്ത് നമുക്ക് ലൈനിങ്ങിന് ആവശ്യമില്ല. അപ്പോൾ ടോപ്പ് ഇതുപോലെ നിൽക്കുന്ന രീതിക്ക് നമുക്ക് ലൈനിങ്ങിനെ കയറ്റി വെച്ചിട്ട് ഒന്ന് നോക്കണം ലെങ്ത്ത്. എന്നിട്ട് അത്രയും നമുക്ക് ലെങ്ത്ത് മുകളിൽ എടുത്താൽ മതി. അതിനുശേഷം നമ്മുടെ മാർക്ക് ചെയ്ത ടോപ്പിനെ നേരെ തിരിച്ച് ഇതുപോലെ വെക്കുക. മാർക്ക് ചെയ്ത ഭാഗം ക്ലോത്തിലേക്ക് വരുന്ന രീതിക്ക് വെച്ചിട്ട് കൊടുക്കുക. ഇനി നമുക്ക് ലൈനിങ്ങും നമ്മുടെ ടോപ്പും ഒരേ ലെവലിക്ക് തന്നെ വെച്ച് കൊടുത്ത് ഒന്ന് പ്രസ് ചെയ്ത് നമ്മൾ മാർക്ക് ചെയ്ത ആ ഭാഗങ്ങളെല്ലാം ഒന്ന് പ്രസ് ചെയ്ത് എടുക്കണം. അപ്പോൾ ടോപ്പിൻ്റെ ഈ മടക്ക് വശവും ലൈനിങ്ങിൻ്റെ മടക്ക് വശവും ഒരുപോലെ വരുന്ന രീതിക്ക് ഇതുപോലെ ഒന്ന് പിടിച്ച് കൊടുക്കുക. അപ്പോൾ നെക്കിൻ്റെ ഇവിടെ നിന്ന് നെക്കൊന്നും ശരിക്കും ക്ലിയർ അല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ അളവ് ടോപ്പ് എടുക്കുമ്പോൾ ഒരു നല്ല ഫിനിഷിംഗ് ഉള്ള ഒരു ടോപ്പ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് നമുക്ക് കസ്റ്റമർ കൊണ്ടുതന്നതാണ്. അപ്പോൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഈ ടോപ്പ് എടുത്തത്. അതുപോലെ തന്നെ ആം ഹോളിൻ്റെ ആ ഭാഗത്ത് പ്രസ് ചെയ്യുമ്പോൾ മുകളിലത്തെ ആം ഹോളിനെ മാറ്റി വെച്ച് താഴെയുള്ള ആം ഹോളിലൂടെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം സൈഡും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അത്ര പണിയുള്ളൂ. നമ്മുടെ മാർക്കിങ് ഈസി ആയിട്ട് നമുക്ക് എത്ര അറിയാത്തവർക്കും ഈ ഒരു ട്രിക്ക് ചെയ്താൽ മതി.
അങ്ങനെ നമുക്ക് സ്ലിറ്റ് വരെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ അളവ് ടോപ്പിനെ പതിയെ ഒന്ന് എടുത്ത് ഒന്ന് മാറ്റി വെച്ച് നോക്കാം. അപ്പോൾ അതാ കണ്ടു, നമ്മുടെ അളവുകൾ എല്ലാം കൃത്യമായിട്ട് നമ്മുടെ കട്ട് ചെയ്യാനുള്ള ക്ലോത്തിൽ പതിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് നമ്മുടെ വീഡിയോക്ക് കൊടുക്കുക, അതിനൊരു പിശുക്കും കാണിക്കണ്ട. ഇനി നമുക്ക് അളവുകളെല്ലാം ഒന്ന് തെളിഞ്ഞ് കാണണം, അതിൻ്റെ ഒരു ആവശ്യമൊന്നുമില്ല കേട്ടോ, അല്ലാതെ തന്നെ കാണണൊക്കെ അത്യാവശ്യം, എങ്കിലും നിങ്ങൾക്കൊന്ന് മനസ്സിലാകുന്നതിന് ഒന്നുകൂടി ഒന്ന് വരച്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അളവ് ടോപ്പ് എടുക്കുമ്പോൾ നല്ല ഫിനിഷിങ്ങുള്ള ടോപ്പ് എടുക്കാനായിട്ട് ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത്, ഇപ്പോൾ നമുക്ക് കൃത്യ അളവിലാണ് നമ്മൾ അളവ് ടോപ്പിൽ എടുത്തത്, അതിന് ഇനി തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കണം. അപ്പോൾ എല്ലാ ഭാഗത്തും 1/2 ഇഞ്ച് വീതം, ഒന്ന് നെക്കിലും ഷോൾഡറിലും ആം ഹോളിലും 1/2 ഇഞ്ച് വീതം. അപ്പോൾ ബാക്ക് നെക്കിനും ഫ്രണ്ട് നെക്കിനും 1/2 ഇഞ്ച് വീതം വേറെ വേറെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് ബാക്ക് നെക്കിനാണ് ഇപ്പോൾ നമ്മൾ ചെയ്തെടുത്തത്. ഇനി ഫ്രണ്ട് നെക്കിനും 1/2 ഇഞ്ച് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ 1/4 ഇഞ്ചാണെങ്കിൽ 1/4 ഇഞ്ച് എടുക്കുക, 1/2 ഇഞ്ചാണ് തയ്യൽ തുമ്പ് ഇടുന്നത് എങ്കിൽ 1/2 ഇഞ്ച് എടുക്കുക. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ്. 1/2 ഇഞ്ചിലേറെ കൂടുതലായിട്ട് തയ്യൽ തുമ്പ് വേണ്ട. ഇനി നമുക്ക് അടുത്തതായിട്ട് സൈഡിലാണ് വേണ്ടത്. അപ്പോൾ സൈഡിൽ എടുക്കുമ്പോൾ ഒരു 1.5 ഇഞ്ച് 2 ഇഞ്ചൊക്കെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ സൈഡിലേക്ക് വരുമ്പോൾ 1.5 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് ഇട്ടിട്ട് കൊടുക്കണം. അപ്പോൾ ഈ ഷേപ്പൊക്കെ വരുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ടേപ്പ് ഒന്ന് യൂസ് ചെയ്ത് അളവൊന്ന് നോക്കിയിട്ട് മാർക്ക് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നിങ്ങൾ ഈ മാർക്കിങ് ചെയ്യുന്നത് മെയിൻ ക്ലോത്തിലാണെങ്കിൽ ക്ലോത്തിൻ്റെ ചീത്ത വശത്ത് വേണം മാർക്ക് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സ്ലിറ്റിൻ്റെ അവിടം വരെ ഇതുപോലെ 1.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് തയ്യൽ തുമ്പിട്ട് എടുത്തിട്ടുണ്ട്. സ്ലിറ്റിൻ്റെ അവിടെ എത്തിയാൽ നമുക്ക് 1 ഇഞ്ച് മാത്രം ഗ്യാപ്പ് മതി തയ്യൽ തുമ്പിനായിട്ട്. ആ 1 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ടെടുത്ത് താഴെ വരെ ആ 1 ഇഞ്ചിൽ തന്നെ ഒരു സ്കെയിൽ വെച്ച് നമുക്കൊന്ന് വരച്ചിട്ട് എടുക്കണം. അപ്പോൾ അത് നമ്മുടെ ടോപ്പിനെ വീണ്ടും എടുത്ത് വെച്ചു. അപ്പോൾ കണ്ടോ, സ്ലിറ്റിൻ്റെ അവിടെ നിന്നും 1 ഇഞ്ച് കൃത്യമായിട്ട് താഴെ വരെ ഒരു ലൈൻ വരച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി കേട്ടോ. അപ്പോൾ വേഗം നമ്മുടെ അളവ് ടോപ്പ് എടുക്കുക, അതിൻ്റെ ആംഹോള് നെക്ക് എല്ലാം ഒന്ന് ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്യുക, നമ്മുടെ മെയിൻ ക്ലോത്തിൽ വെച്ചിട്ട് കൊടുക്കുക, പ്രസ് ചെയ്യുക, അത്ര പണിയുള്ളൂ. ഇനി സ്റ്റിച്ച് ചെയ്യണമെങ്കിലും ഈസിയാണ്. നമ്മുടെ ഈ ആദ്യമേ മാർക്ക് ചെയ്ത മാർക്കിംഗ് ഉണ്ടല്ലോ, ആ മാർക്കിങ്ങിലൂടെ ആയിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി. ഇനി കട്ട് ചെയ്യാനാണ് ഇപ്പോൾ ഈ പോയിൻ്റ് ഇട്ട ആ ഭാഗത്ത് കൂടെ കട്ട് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ നെക്ക് കട്ട് ചെയ്യുമ്പോൾ ബാക്ക് നെക്ക് കട്ട് ചെയ്യാനായിട്ട് ആദ്യമേ ശ്രദ്ധിക്കുക കേട്ടോ. ബാക്ക് നെക്കിൻ്റെ ആ ഡോട്ടിട്ട ആ പോയിൻറ്റിൽ ആദ്യമേ കട്ട് ചെയ്യുക. അതിനുശേഷം ഫ്രണ്ട് പീസിനെ മാത്രം എടുത്തിട്ട് ഫ്രണ്ട് നെക്കും കട്ട് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ നമ്മളിവിടെ ഇത് കട്ട് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ ഈ ഡോട്ടിട്ടെ നമ്മൾ തയ്യൽ തുമ്പ് ഇട്ടല്ലോ, അത് കൂടെ കട്ട് ചെയ്തിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത നല്ലൊരു വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.